വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു അടിപൊളി ബീഫ് പൊതി പൊറോട്ടയുടെ റെസിപ്പിയാണ്. നല്ല വാഴയിലയിൽ പൊതിഞ്ഞ ബീഫും പൊറോട്ടയും കൂടി കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/2 kg വിത്ത് ബോണും 1/2 kg വിത്തൗട്ട് ബോൺ അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി ബീഫൊക്കെ നന്നായിട്ട് വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരണം. എന്നിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അത് കുറച്ചധികം സമയം ഇപ്പോൾ ബീഫൊക്കെ നന്നായി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിലൊക്കെ അടിച്ചാൽ മതിയും. ഓരോ കുക്കറിൻ്റെയും ബീഫിൻ്റെയും വേവനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഇവിടെ ഞാനൊരു 5 വിസിലടിച്ചിട്ട് നമ്മളത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ബീഫ് ഫ്രൈ ഉണ്ടാക്കി തുടങ്ങാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട്. അത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയുടെ ആ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുന്നവരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4-5 പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് വാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പൊടികളൊക്കെ കരിഞ്ഞു പോവാതെ നന്നായിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ ബീഫിൻ്റെ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാലയും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു പിടി ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പൊറോട്ടയിലേക്കുള്ള പൊറോട്ട ചുട്ടെടുക്കാം. ഞാനിവിടെ ഫ്രോസൺ പൊറോട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 1 ടീസ്പൂൺ എണ്ണയൊന്ന് തവയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊരു പൊറോട്ട ഇട്ട് കൊടുക്കണം. എന്നിട്ട് മുകളിലും ഒരിത്തിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. 2 സൈഡും കുറേശ്ശെ എണ്ണ ഒഴിച്ച് മൊരിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വാഴയില ഞാനൊന്ന് വാട്ടിയെടുക്കുകയാണ്. പൊറോട്ട ഇപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. പൊറോട്ടയൊക്കെ നന്നായിട്ട് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയർ ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ഈ വാഴയിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. ഒരു പൊറോട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് ഒരല്പം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാടൊന്നും ചേർക്കേണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് അടുത്ത പൊറോട്ടയും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബീഫ് ഫ്രൈ ഇട്ടതിന് ശേഷം മുകളിൽ ഒരു ഇച്ചിരി ഓണിയനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ച ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണല്ലോ ഉള്ളി ഇങ്ങനെ കടിക്കാനായിട്ട്. അങ്ങനെ നമ്മളിത് ലെയറായിട്ട് നമ്മുടെ എത്ര പൊറോട്ടയാണോ ഉള്ളത് അതനുസരിച്ച് ലെയറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അവസാനം ഒരു പൊറോട്ടയും കൂടെ വെച്ച് മുകളിലൊരു ഇത്തിരി ബീഫ് ഫ്രൈയും കൂടെ വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം.
അപ്പോൾ ഇതെല്ലാം പൊറോട്ടയും ലെയറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മടക്കിയെടുക്കാം. നമ്മുടെ ഇവിടെ ന്യൂസ് പേപ്പറൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ അലുമിനിയം ഫോയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ അലുമിനിയം ഫോയിലും കൂടെ വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്കിത് മടക്കിയെടുക്കാം. ഇനി ഇത് നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇത് അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഈ ലീഫിൻ്റെ ഫ്ലേവറൊക്കെ ഈ പൊറോട്ടയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇതപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് പൊതി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, അതിനേക്കാളും നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.